അന്ന് നമുക്കറിയാം 2015 ആ സഭയിൽ കാട്ടിക്കൂട്ടിയത് കുറെ പേരുണ്ട്. 7ഓളം അന്നത്തെ പ്രതിപക്ഷ എംഎൽഎമാരുണ്ടായിരുന്നു. ഇപ്പോഴും കേസ് നടക്കുകയാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും അധികം ഒരു എന്താ പറയുക, നമ്മൾ ചന്തയിലും ഒക്കെ കാണുന്ന തരത്തിലുള്ള റൗഡി പിള്ളേരും ഒക്കെ തന്നെ മുണ്ടും മടയിൽ കുത്തിക്കൊണ്ട് ചാടത്തില്ലേ, അമ്മാതിരി ഒരു പ്രകടനം നടത്തിയ ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് വാളിപ്പിള്ളേര്. അത് ശിവൻകുട്ടിയായിരുന്നു. അദ്ദേഹമാണ് നടത്തിയത്. അദ്ദേഹം ആ സഭയുടെ ആ മേശകളുടെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു. അവിടുന്ന് ആ ഡയസിൽ നിന്നുള്ള ഈ എന്താ പറയുക, ഈ കേൾക്കാനുള്ള സ്പീക്കറുകളും മറ്റു സംഭവങ്ങളും എല്ലാം വയറുമെല്ലാം വലിച്ചെറിയുന്നു. എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അന്ന് അദ്ദേഹം ചെയ്തില്ല. കുട്ടിക്കുരങ്ങന്റെ കയ്യിൽ ഈ പൂമാല കിട്ടുമ്പോ എന്തൊക്കെ ആ രീതിയിലാണ് അദ്ദേഹം ഒരു എന്താ പറയുക പക്വത വന്ന ഒരു, അല്ലെങ്കിൽ ഇത്രയധികം ഒരു ജനപ്രതിനിധി നിയമസഭയ്ക്കകത്ത് എങ്ങനെ പെരുമാറരുത് എന്നുള്ളതിന്റെ നേർചിത്രമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇന്ന് പ്രതിപക്ഷത്തിനെ എങ്ങനെ സമരം ചെയ്യാൻ പഠിക്കണം എന്ന് ഞാൻ പഠിപ്പിച്ചു തരാനാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹം ഇവരെ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ നിങ്ങളൊന്ന് ഇങ്ങനെ വരുന്നാൽ പോരാ, നിങ്ങൾ കയറിയ സ്പീക്കറുടെ ഡയസൊക്കെ ഒന്ന് മറിച്ചിട്ട് ഈ സഭ എന്ന് എന്ന് പറയുക. ഒരുപക്ഷെ ഇവർക്ക് സമാനമായ രീതിയിൽ കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നിച്ച് കോടതി പോകാമല്ലോ, അതിനു വേണ്ടിയിട്ടായിരിക്കും ഒരു കൂട്ടാളികളെ തേടുകയായിരിക്കാം. എന്തായാലും വളരെ രസകരമാണ്. കേരള ജനത ഒരു വളരെ ചിരിച്ചുകൊണ്ട് സതീശൻ പറഞ്ഞ മറുപടി വളരെ കൃത്യമാണത്. അദ്ദേഹം മുണ്ട് പക്കം മടയിൽ കുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അടിവസ്ത്രം വരെ കാണാവുന്ന രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടിയത്. അന്നും നമുക്കറിയാലോ, മാധ്യമങ്ങളിലെ ഈ പറയുന്ന ആക്ഷേപഹാസ്യ പരിപാടികളിലൊക്കെ എടുത്തിട്ട് ദിവസങ്ങളോളം ട്രോളിയ ഇപ്പോഴും ട്രോളിക്കൊണ്ടിരിക്കുകയാണ്.